ഒരിക്കൽ ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഒരു സിനിമയുടെ തിരക്കഥാകൃത്തായിട്ട് അദ്ദേഹം വന്നപ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വേറെ ഒരു രീതിയിലും സിനിമ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വേറൊരു രീതിയിലുമാണ് സാറ് അദ്ദേഹത്തോട് പെരുമാറിയത്. അദ്ദേഹത്തിനെ കാണുമ്പം പിന്നെ ചെറിയ സദസ്സിലൊക്കെ ഒരു ചിരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു സിനിമയിൽ നമ്മൾ കോമഡി സീനൊക്കെ എഴുതി ഉണ്ടാക്കുന്ന പോലെ വളരെ സീരിയസ് ആയിട്ട് സംഘടനാപരമായ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒന്ന് ഊതുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പുള്ളി പറയുന്നതാണ്. കാരണം സാറ് അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് വൈകുന്നതിൻ്റെ ഒരു കാരണം എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞിട്ടുണ്ട്, അതങ്ങ് ചെയ്തു കൊടുത്താൽ പോരെ. കാരണം ചെയ്തിട്ട് എനിക്ക് അതിന് വേറെ എന്തെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഭയമുണ്ട് ഒരാളാണ്. അതൊരു വലിയ സാമ്പത്തിക ബാധ്യത ഒരാൾക്ക് ഉണ്ടാക്കി വയ്ക്കാൻ ഒരു പേടിയുണ്ട് എനിക്ക്. അത് എൻ്റെ കാലഘട്ടത്തിൽ ഒരാളെ സർ എന്ന് വിളിക്കുന്നതിനും ചേട്ടാ എന്ന് വിളിക്കുന്നതിനും വലിയ അർത്ഥങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാർ, പുതിയ തലമുറയിലെ മിടുക്കന്മാരായ സഹസംവിധായകരും സംവിധായകരും, കൂടുതൽ പറയാനുള്ളത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ വന്നതിന് ശേഷം ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം. നമസ്കാരം, ഞാൻ സോഹൻ സീനുലലാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. കാരണം എൻ്റെ ഗുരുസ്ഥാനിയായ ഒരു വ്യക്തിയുമായിട്ട് അല്പനേരം നിങ്ങൾക്ക് വേണ്ടി, വെള്ളിത്തിരയുടെ പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് സംസാരിക്കാനുള്ളൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. അതിനാദ്യമായിട്ട് ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോടും നന്ദി പറയുന്നു. ഹരിഹരൻ സാറിൻ്റെ സംവിധാന സഹായിയായി തൻ്റെ ചലച്ചിത്ര ജീവിതം ആരംഭിച്ച ശേഷം മമ്മൂക്കയെ വെച്ച് ചരിത്രം എന്ന സിനിമ ചെയ്ത് ഒരുപാട് സാമൂഹ്യ പ്രസക്തിയും കുടുംബ ബന്ധങ്ങളുടെ കഥയും ഒക്കെ പറഞ്ഞ് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒട്ടനവധി ഹിറ്റ് സിനിമകൾ ചെയ്ത സംവിധായകൻ ശ്രീ GS വിജയൻ സാറാണ് എന്നോടൊപ്പം ഇന്നുള്ളത്. ആദ്യമായിട്ട് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് താങ്കൾ. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സംഘടന പ്രവർത്തനമായിട്ടൊക്കെ ആണ് ഞാൻ സാറുമായിട്ട് കൂടുതൽ എടുത്തിട്ടുള്ളത്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് പഴയ തലമുറയിലെ എല്ലാ സംവിധായകരുമായിട്ടും സഹസംവിധായകരുമായിട്ടുമൊക്കെ സാറിന് വളരെ അടുത്ത വ്യക്തിബന്ധമാണുള്ളത്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ സംഘടനാപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെടാനൊക്കെ സാറ് അവരുമായിട്ടൊക്കെ സംസാരിക്കുന്ന രീതി വളരെ അവരുമായിട്ടൊക്കെ തോളത്ത് തട്ടി, അത് എനിക്ക് തോന്നുന്നു ചെന്നൈയിലുമൊക്കെയുള്ള ജീവിതമൊക്കെ ആയിട്ട് അവരുമായിട്ടൊക്കെ അത്രയും അടുത്തിടപഴയത് കൊണ്ടാവാം. അതുപോലെ തന്നെ വളരെ ഊഷ്മളവും വളരെ സൗഹാർദ്ദപരമായിട്ടാണ് സാറ് പുതിയ തലമുറയിലെ സഹസംവിധായകരോടും സംവിധായകരോടും ഒക്കെ ഇടപഴകുന്നത്. അവരുമായിട്ടും എത്രയോ വർഷത്തെ പരിചയം പോലെയാണ് സാറ് പെരുമാറാറുള്ളത്. ഇതെങ്ങനെയാണ് ഇവരുമായിട്ടൊക്കെയുള്ള ഈ ബന്ധം സൂക്ഷിക്കുന്നത്? ഞാൻ സിനിമയ്ക്ക് പോയത് 40 വർഷം മുമ്പാണ്. അന്ന് സിനിമ കുറവായിരുന്നു, സിനിമാ പ്രവർത്തകർ കുറവായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടാലറിയാവുന്ന സിനിമാക്കാർ, പരസ്പരം സ്നേഹം, ബന്ധം, അത് അത്തരം മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ബന്ധങ്ങൾക്ക് ആ ഊഷ്മളതയും ആക്കവും ഇപ്പോഴും ഉണ്ട്. എൻ്റെ കാലഘട്ടത്തിൽ ഒരാളെ സർ എന്ന് വിളിക്കുന്നതിനും ചേട്ടാ എന്ന് വിളിക്കുന്നതിനും അത് വലിയ അർത്ഥങ്ങളുണ്ടായിരുന്നു. മനസ്സിൽ നിന്ന് വരുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ വെറുതെയെങ്കിലും ഒരു ഇതിനു വേണ്ടി വിളിക്കുകയല്ലല്ലോ. അപ്പോൾ ആ ബന്ധങ്ങൾ അങ്ങനെ സൂക്ഷിച്ചിരുന്നു, അവരോടുള്ള ബഹുമാനവും സ്നേഹവും സൂക്ഷിച്ചിരുന്നു. തിരിച്ചും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അന്ന് തുടർന്ന് വന്ന ബന്ധവും സ്നേഹവും ഇന്നും എനിക്ക് സൂക്ഷിക്കാൻ പറ്റുന്നു, അതുപോലെ തന്നെ അവർക്ക് എന്നോടും സൂക്ഷിക്കാൻ പറ്റുന്നു. അതിന് വേറെ ഇതൊന്നുമില്ലല്ലോ. അതിനിടയ്ക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഇതല്ലല്ലോ അത് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഞാൻ തുടർന്ന് പോകുന്നു, പഴയ കാലത്തിലുള്ള ബന്ധങ്ങൾ. ഇന്നത്തെ ചെറുപ്പക്കാർ, പുതിയ തലമുറയിലെ മിടുക്കന്മാരായ സഹസംവിധായകരും സംവിധായകരും, അവരോടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ പറയാനുള്ളത് നമ്മുടെ
സംഘടനാ പ്രവർത്തനത്തിൽ വന്നതിന് ശേഷം അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാനും സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടുന്നു. ഞാൻ എൻ്റെ പ്രായത്തിൽ നിന്നും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ താഴോട്ടിറങ്ങി അവരുടെ പ്രായത്തിലേക്ക് വന്ന് ഞാൻ സംസാരിക്കുമ്പോഴാണ് ഞാനും പുതിയ തലമുറയുടെ ആൾക്കാരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റാവുന്നത്. വൈബ് എന്നൊക്കെ പറയില്ലേ, അതിനുവേണ്ടി ഞാൻ അവരുടെ ഇതിലേക്ക് ഇറങ്ങി വരും. ഞാൻ അവരെന്ത് പറയുന്നു, അവരുടെ ഭാഷ എന്താണ്, അവരുടെ ഇമോഷൻ എന്താണ്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. എനിക്കതിന് ഞാൻ സീനിയറാണ്, അവർ ജൂനിയർ, അങ്ങനെ ഒരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. അന്നും ഇന്നും എനിക്ക് അങ്ങനെ വ്യത്യാസമില്ല, അങ്ങനെ കാണുന്നില്ല. അതിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ വലിയ ഇതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ന് അവരെന്ത് ചെയ്യുന്നു, അന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗുരുനാഥന്മാർ ചെയ്ത കാര്യങ്ങൾ, ഇന്ന് അവർ അതിനേക്കാൾ മനോഹരമായി ചെയ്യുന്ന ആൾക്കാരുണ്ട്, സംവിധായകർ അല്ലേ. ഇപ്പം മലയാള സിനിമകൾ, പുതിയ സംവിധായകരുടെ സിനിമകൾ, ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതിൽ മിടുക്കന്മാരായ, നമ്മുടെ മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടായ ഒരുപാട് സംവിധായകരുമുണ്ട്. അത് എല്ലാ കാലത്തും അങ്ങനെ. പക്ഷേ ഇപ്പോൾ ആ എണ്ണം ഒരുപാട് കൂടുന്നു, ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നു, നമ്മളെ അതിശയിപ്പിക്കുന്ന സിനിമകൾ ഇറങ്ങുന്നു എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ് ആ കാര്യങ്ങൾ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എനിക്ക് അവരോട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. കാരണം അവരുടെ സിനിമകളെക്കുറിച്ചും ഞാൻ ഈ പല ആൾക്കാരുടെ ഈ സിനിമകൾ കണ്ട് ഞാൻ അവരെ പല ആൾക്കാരെയും വിളിച്ച് അഭിനന്ദിക്കാറുണ്ട് അവരുടെ വർക്കിനെ കുറിച്ച്. അപ്പോൾ പിന്നെ പല ആൾക്കാരും വിളിച്ചാൽ കിട്ടില്ല, കാരണം ചിലപ്പോൾ എൻ്റെ നമ്പർ ഇല്ലെങ്കിൽ അവർ ഫോൺ എടുക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പല ആൾക്കാരെയും വിളിച്ച് അവരെ അനുമോദിക്കാറുണ്ട്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവരുമായിട്ട് അടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സംഘടനാ തലത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാനുള്ള അവസരം കിട്ടുന്നു. അത് ഞാൻ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല, ഞാനത് എടുത്ത് ചോദിക്കാൻ കാരണം അങ്ങയുടെ തലമുറയിലൊക്കെയുള്ള സംവിധായകരെ അവർ പലർക്കും അത് സാധിക്കാറില്ല. അത് ഒരു ചെറിയ കാര്യമായിട്ടല്ല ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസും ആ ഒരു നിലവാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തു നിന്ന് താഴത്തേക്ക് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് പലർക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, സാറ് ഒരുപാട് സ്റ്റേജ് ഷോകൾ വിദേശത്തും നാട്ടിലുമൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാറിൻ്റെ അത്രയും ഷോസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, സ്റ്റേജ് ഷോസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ വേറെ നമ്മുടെ അറിവിലില്ല. ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള ഒരുപാട്. എന്താണ് ഒരു സിനിമാ സംവിധായകനും ഒരു സ്റ്റേജ് ഷോ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളും തമ്മിൽ ഉള്ള വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് അവരത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതിലൊരു ചെറിയൊരു തിരുത്തുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോ ചെയ്തത് ഞാനാണെന്ന് ഞാൻ പറയില്ല. കാരണം ഞാനല്ല ചെയ്തത്. കാരണം ടി കെ രാജീവ് കുമാർ എന്ന് പറഞ്ഞ സംവിധായകൻ, നമ്മുടെ പ്രശസ്ത സംവിധായകൻ ടി കെ രാജീവ് കുമാർ, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജ് ഷോ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതിൽ എൻ്റെ ഒരു ഗുരുനാഥൻ എന്ന് പറയുന്നത് രാജീവ് കുമാറാണ്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് രാജീവ് പിന്നെ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരു 2-3 മാസം മുമ്പും അദ്ദേഹം ചെയ്ത ഒരു ഷോയിൽ ഞാൻ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ പോയിരുന്നു. ഇപ്പോൾ ഒരു ഷോ വരുന്നുണ്ട്. അപ്പോൾ രാജീവാണ് ഏറ്റവും കൂടുതൽ ഷോ ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം മലയാളത്തിൽ. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ സിനിമയ്ക്ക് ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാകണം, ഒരു സ്റ്റേജ് ഷോയ്ക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാകണം. നമ്മളൊരു സിനിമ ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പക്ക എഡിറ്റ് ചെയ്തൊരു സ്ക്രിപ്റ്റ് കയ്യിൽ നമ്മളുണ്ടാകും. സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുക എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വെട്ടിത്തിരുത്തലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് ഒരു ഷോയ്ക്ക് വേണ്ടി അതിനൊരു കണ്ടൻറ് ഉണ്ടാക്കുകയും ആ കഥ എവിടെ നടക്കുന്നു, അവിടെ ഏതൊക്കെ കഥാപാത്രങ്ങൾ വരുന്നു, എങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ പോകണം, എവിടെ വരണം എന്നുള്ളത് തീരുമാനിച്ച് അതിനൊരു പക്ക സ്ക്രിപ്റ്റുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു റിഹേഴ്സൽ ചെയ്ത് ഫൈനലാക്കി വയ്ക്കുന്നതാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇത് പിന്നെ കൊണ്ടുവന്ന് അവിടെ അവതരിപ്പിക്കുകയാണ്. രണ്ടിനെയും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. വളരെ ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ഒരു സ്റ്റേജ് ഷോ എന്ന് പറയുന്നത്. വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തം. ആർക്കും ഷോ ചെയ്യാം, ഷോ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞത് വലിയൊരു ശ്രമം തന്നെയാണ്. അതിലൂടെ ഞാൻ സീരിയലുകൾ ചെയ്യാറുണ്ട്. മലയാളത്തിൽ ആദ്യത്തെ സീരിയൽ സംവിധാനം ചെയ്ത ഞാനാണ്. വരം എന്നാണ് സീരിയലിൻ്റെ പേര്. അന്ന് ഞാൻ ഒരു എപ്പിസോഡ് 2-3 ദിവസം എടുത്തപ്പോൾ ഇന്ന് ഒരു ദിവസം 3 എപ്പിസോഡ് ചെയ്താൽ മാത്രമേ ഒരു സംവിധായകന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടുത്ത ഷെഡ്യൂളിൽ ആ സംവിധായകൻ ഉണ്ടാവില്ല. അടുത്ത ഷെഡ്യൂളിൽ ഷൂട്ടിംഗ് സമയത്ത് അയാളെ രാവിലെ വണ്ടി വരില്ല, അപ്പോഴാണ് അറിയുന്ന അയാൾ അതിൽ നിന്ന് മാറിയെന്നുള്ളത്.
അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരണം അത് സാമ്പത്തികമായി അതിനകത്ത് കിട്ടുന്ന പിന്നെ റവന്യൂ എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു അത്. സാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സംവിധായകരുടെ ഫിഫ്ക സംവിധായകരുടെ യൂണിയൻ്റെ സെക്രട്ടറി ആണല്ലോ. അപ്പോൾ സംവിധായകരും സഹസംവിധായകരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു യൂണിയനാണ്. സാറ് ദീർഘകാലം ഹരിഹരൻ സാറിൻ്റെ കൂടെ സഹസംവിധായകനായും പിന്നീട് സംവിധായകനായും ഒട്ടനവധി ചിത്രങ്ങൾ ചെയ്തു. എന്താണൊരു സംവിധായകൻ്റെ ഉത്തരവാദിത്തം? എന്താണൊരു സഹസംവിധായകൻ്റെ ഉത്തരവാദിത്തം? അതെ, ഞാൻ ഈ രണ്ടും ചെയ്ത ഒരാളെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത് സംവിധായകന് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. കാരണം അതിൻ്റെ ഒരു നിർമ്മാതാവ് മുടക്കുന്ന കാശിൻ്റെ, അല്ലെങ്കിൽ നമ്മളൊരു ഷൂട്ടിങ്ങിന് വേണ്ടി നിശ്ചയിക്കുന്ന ഒരു 40-50 ദിവസം എന്ന് പറയുന്നത് കൃത്യമായി ആ സിനിമ തീർക്കുക, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തീർക്കുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഒരു എക്സർസൈസാണത്. നമുക്ക് നിങ്ങൾക്കും അറിയാം, സോഹൻ സിനിമ ചെയ്യുന്ന ആളാണ്. സത്യത്തിൽ എനിക്ക് ഞാൻ ഹരിഹര സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴേ അസിസ്റ്റൻ്റായി, സഹസംവിധാനമായി, അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് പിരിഞ്ഞ് സ്വന്തമായി പടം ചെയ്യുന്നത്. ഒരു ഭയങ്കര ടെൻഷനുള്ളൊരു പണിയാണത്. എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ നമ്മൾ വണ്ടിയിൽ ഷൂട്ടിങ്ങിന് കയറി ഷൂട്ടിംഗ് തീരുന്നത് വരെ, അന്ന് ഷൂട്ടിംഗ് ബാക്കപ്പ് ആകുന്നത് വരെ നമുക്ക് ഒരു ടെൻഷനാണ്. കാരണം ഓരോ കാര്യങ്ങളും റെഡിയാക്കി കൊടുക്കുക, അങ്ങനെ ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതൊരു വലിയ പണിയാണ് സഹസംവിധാനം. ഒരു സിനിമയിൽ ഒരു സംവിധായകൻ കഴിഞ്ഞാൽ അതിൻ്റെ ഇത്രയും ഒരു ബേർഡൻ ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞാൽ സഹസംവിധായകനും പിന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിരിക്കും. ഇവരാണ് ആ സിനിമയെ സത്യത്തിൽ അതിൻ്റെ ആ രീതിയിൽ എന്താ പറയുക, നാം പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ സാമ്പത്തികത്തിനുള്ളിൽ നിർത്തണമെങ്കിൽ അവരുടെ ഒരു കഴിവ് ഒരുപാട് അതിനകത്ത് വേണ്ടി വരും. അതുകൊണ്ട് സഹസംവിധായകരും ഈ സംവിധായകരാണ് നല്ല രീതിയിൽ കൃത്യമായിട്ട് ഒരു സംവിധായകൻ്റെ കൂടെ നിന്ന് സഹസംവിധാനം പഠിക്കുകയും ചെയ്തു വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ നാളെ സംവിധാനം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും ടെൻഷൻ അനുഭവിക്കേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും അതിൻ്റേതായ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് ഇതിന്. ഇപ്പോൾ സാറിൻ്റെ അവസാന സിനിമ സംവിധാനം ചെയ്ത ഇത് ബാവുട്ടിയുടെ നാമത്തിൽ മമ്മൂക്കയെ വെച്ചിട്ടുള്ള സിനിമയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമ, സൂപ്പർ ഹിറ്റായിട്ടുള്ളൊരു സിനിമ. അതിനുശേഷം സാറ് അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് വൈകുന്നതിൻ്റെ ഒരു കാരണം ഒന്ന് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. ഇത് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് എനിക്ക് ആ സിനിമയ്ക്ക് ശേഷം എനിക്ക് 1-2 പ്രോജക്റ്റുകൾ വന്നു. പക്ഷേ ആ പ്രോജക്റ്റുകൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒന്നും റെഡിയായില്ല. പിന്നെ ചില പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ അത് ശരിയായി പോകില്ല എന്നൊരു തോന്നൽ, ഒരു മുൻകൂട്ടിയുള്ള ധാരണയിൽ പോകുന്ന ഒരു ആളാണ് ഞാൻ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞിട്ടുണ്ട്, അതങ്ങ് ചെയ്തു കൊടുത്താൽ പോരെ, പിന്നെ നമ്മൾ ബാക്കി കാര്യം അറിയേണ്ട കാര്യമുണ്ടോ. എങ്കിലും എനിക്കങ്ങനെ ഒരു ഒരെണ്ണം ചെയ്തിട്ട് എനിക്ക് അതിന് വേറെ എന്തെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഭയമുള്ള ഒരാളാണ്. അതൊരു വലിയ സാമ്പത്തിക ബാധ്യത ഒരാൾക്ക് ഉണ്ടാക്കി വയ്ക്കാൻ ഒരു പേടിയുണ്ട് എനിക്ക് പണ്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രായമായപ്പോൾ ഇപ്പോൾ അത് കുറച്ചുകൂടെ കൂടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കാരണം എനിക്കിപ്പം എൻ്റെ 2 സുഹൃത്തുക്കൾ സിനിമ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ 2 വർഷം മുമ്പ് വന്നു. അവർ പറഞ്ഞു പൈസ ഞാൻ നിങ്ങളെ അക്കൗണ്ടിൽ ഇടാം, നിങ്ങൾ ചെയ്തതാണ്. പക്ഷേ എനിക്കുള്ള ഭയം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ലാഭമൊന്നും വേണ്ട, എനിക്ക് എൻ്റെ മുടക്കിയ കാശ് കിട്ടിയാൽ മതി. 4 കോടി രൂപയായിരുന്നു അതിൻ്റെ കോസ്റ്റ് വന്നിരുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ആലോചിച്ച്, ഈ സിനിമയാണ്, നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഒരു സിനിമ ചെയ്തിട്ട് ബ്രേക്ക് ഈവനായാൽ മതി, എൻ്റെ മുടക്കിയ കാശ് കിട്ടിയാൽ മതി, എന്ത് ധൈര്യത്തിൽ പറയും മുടക്കിയ കാശ് ഞാൻ ഉണ്ടാക്കിത്തരാം, തിരിച്ചു തരാമെന്ന്. അപ്പോൾ ഒരു വാക്ക് പറയുമ്പോൾ എനിക്ക് അതിൽ നിന്ന് മാറാനൊരു ബുദ്ധിമുട്ട്. എൻ്റെ എന്താ പറയുക, എൻ്റെ ഈ സിനിമയിലും ജീവിതത്തിലുള്ള ഒരു വലിയൊരു പോരായികയായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടാവാം. പക്ഷേ എനിക്കത് പോരായിട്ട് തോന്നുന്നില്ല. ചില സമയത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും മറ്റും വരുമ്പോൾ അത് ചെയ്തിരിക്കാമായിരുന്നു തോന്നും. അടുത്ത നിമിഷം അത് ചെയ്യാത്തത് നന്നായി, വേറെ ഒരുത്തൻ്റെ പ്രാക്ക് കേൾക്കണ്ടല്ലോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അവർ ചിലപ്പം അപ്പോഴും പല ആൾക്കാരും പറയുന്നുണ്ട്, സിനിമ എടുക്കാൻ വരുന്നവരെന്തായാലും അവർ ചിലപ്പോൾ കാശ് കളയാൻ വേണ്ടി വരുന്നവരെ. നമ്മൾ അങ്ങനെ കാശ് കളയാൻ വേണ്ടി ആരും വരുന്നില്ല എന്നേ. അങ്ങനെയൊക്കെ ഉണ്ടാകാം, എനിക്കറിയില്ല. ഒരാൾ വന്നൊരു സിനിമ എടുക്കുന്നത് പിന്നെ അയാൾക്ക് എന്തെങ്കിലും അതിൽ നിന്നൊരു നേട്ടം ഉണ്ടാവണമെന്ന് പറഞ്ഞല്ലേ. അത്തരം കാര്യങ്ങൾ പലതും ഇങ്ങനെയുള്ള കൊച്ചു വലിയ കാര്യങ്ങൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാൻ തോന്നാത്തതെന്നാണ് എൻ്റെ വിശ്വാസം.
ഒരു സൗഹൃദ സദസ്സിലാണ്, ഒരു തമാശയായിട്ടാണ് ഒരിക്കൽ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, സാറിൻ്റെ ഒരു സിനിമയുടെ തിരക്കഥാകൃത്തായിട്ട് അദ്ദേഹം വന്നപ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വേറെ ഒരു രീതിയിലും സിനിമ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വേറൊരു രീതിയിലുമാണ് സാറ് അദ്ദേഹത്തോട് പെരുമാറിയെന്ന് തമാശയായിട്ട് പറഞ്ഞാണ്. എസ് എൻ സ്വാമി സാർ മുതൽ ഇങ്ങോട്ട് ഒരുപാട് തിരക്കഥാകൃത്തുക്കളുമായിട്ട് സാറ് സഹകരിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു സാറിൻ്റെ തിരക്കഥാകൃത്തുക്കളുമായിട്ടുള്ളൊരു ബന്ധം എസ് എൻ സ്വാമി സാർ മുതൽ ഒന്ന് പറയുകയാണെങ്കിൽ? ഞാൻ അതിനു മുമ്പ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിരിക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി പ്രഗത്ഭരായ പ്രശസ്തരായ എഴുത്തുകാരുടെ കൈയെഴുത്ത് പ്രതികൾ കോപ്പിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ കെ ടി മുഹമ്മദ് ഉണ്ടായിരുന്നു, ദാമോദരൻ മാഷ് ഉണ്ടായിരുന്നു, എം ടി സാറുണ്ടായിരുന്നു, ഡോക്ടർ പവിത്രൻ, എസ്.എൽ. പുരം സദാനന്ദൻ, അങ്ങനെ ഒത്തിരി എഴുത്തുകാരുടെ എന്താ പറയുക, അവരുടെ സീനുകൾ കോപ്പിയെടുത്താണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. അവരൊക്കെ ഒരുപാട് ഹിറ്റുകൾ ചെയ്ത മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരാണ്. അത് കഴിഞ്ഞ് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ വരുമ്പോൾ എൻ്റെ ആദ്യ ചിത്രം എഴുതാൻ ഏൽപ്പിച്ചത് എസ് എൻ സ്വാമിയെ. സുരേഷ് കുമാർ, സനൽകുമാർ ആയിരുന്നു പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. സ്വാമി ഒരു കഥയൊക്കെ ഒന്നും പറഞ്ഞു പോയാൽ പിന്നെ സ്വാമി ഇരുന്നങ്ങ് എഴുതും. ചിലപ്പോൾ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സംസാരിക്കും, എഴുതും. കൃത്യമായിട്ട് പുള്ളി എഴുതി തരുന്നു. അത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഭാഗത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് വളരെ കംഫർട്ടബിളായിരുന്നു സ്വാമിയുടെ സ്ക്രിപ്റ്റും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും. നല്ല വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും സ്വാമിയോടുള്ള വ്യക്തിബന്ധം ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. ആ സ്വാമി ഒരു രീതിയിൽ ഉള്ള ഒരു രീതിയാണ് സ്വാമിയുടെ. ദാമോദരൻ മാഷ വെച്ച് അദ്ദേഹത്തിൻ്റെ ആനവാൽ മോതിരം ഞാൻ ചെയ്തിട്ടുണ്ട്. ദാമോദരൻ മാഷിൻ്റെ രീതി വേറൊന്നാണ്. ആദ്യം ഒരു കഥ പറയും, പിന്നെ ഇടയ്ക്ക് സ്വാമി മാഷ് അതിൻ്റെ കഥയുടെ ചില പോക്കും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അത് കഴിയുമ്പോൾ കുട്ടിയെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് എഴുതിയിട്ട് വരാം, അത് കഴിഞ്ഞ് നമുക്കൊന്ന് ഇരിക്കാം. അങ്ങനെ വരുന്നു, മാഷത് വായിക്കുന്നു. അതിലെന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയൂ, ഇതെന്താണ് ഇതിൻ്റെ എൻ്റെ പരമ്പരാഗത എന്തായിരിക്കും അത് പറയൂ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പോകുന്ന ഒരു, എനിക്ക് വളരെ കംഫർട്ടബിളായിരുന്നു മാഷൊക്കെ. എനിക്ക് ഒരു സംശയമില്ല ആ കാര്യത്തിൽ. പിന്നെ റസാക്ക് ആണ് എനിക്ക് അതിന് മുമ്പ്, ഇനി ഒന്ന് മാഷ് എഴുതുന്നതിന് മുമ്പ് തന്നെ റസാക്ക് പറ്റിയായിരുന്നു ഘോഷയാത്ര എന്ന് പറഞ്ഞൊരു സിനിമ. ആ സിനിമയുടെ പേര് ആക്ച്വലി ഘോഷയാത്ര എന്നായിരുന്നില്ല, അതിൻ്റെ പേര് ഖലാസി എന്നായിരുന്നു. അത് കേരളപുരം കലാമിൻ്റെ ഒരു നാടകമാണത്. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു നാടകം. അത് തിലകൻ ചേട്ടനായിരുന്നു ആ നാടകം സംവിധാനം ചെയ്തത്. തിലകൻ ചേട്ടൻ കുറേ നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് സിനിമ ഒന്നിന് ശേഷവും. സിനിമയിൽ അദ്ദേഹം പ്രശസ്തനായിരിക്കുമ്പോഴും നാടകത്തിനോട് അദ്ദേഹത്തിനോട് പ്രത്യേക പ്രതിബദ്ധത ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ നക്ഷതങ്ങളെന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിലകൻ ചേട്ടൻ്റെ കൂടെ ആണ് ഞാൻ തിരുവനന്തപുരത്തോട്ട് വരുന്നത്. ആ സമയത്ത് ഇങ്ങനെ പടം ചെയ്യുന്നതിലെ കാര്യങ്ങൾ സംസാരിച്ച് വരും. എൻ്റെ പറഞ്ഞ് ഞാൻ ചെയ്ത ഒരു നാടകമുണ്ട് കേരളപുരം കലാമിൻ്റെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അതിൻ്റെ കാസറ്റ് തരികയും ആ കാസറ്റ് ഞാൻ കാണുകയും അത് കൊള്ളാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു പ്രൊഡ്യൂസറെ സംസാരിച്ചു. അങ്ങനെ റസാക്കായിരുന്നു അത്. റസാക്കിനെ സജസ്റ്റ് ചെയ്യുന്നതും തിലകൻ ചേട്ടനാണ്. അപ്പോൾ അന്ന് ഈ നാടകം കണ്ടതിന് ശേഷം എന്നോട് ചേട്ടൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊള്ളാം, നമുക്ക് സിനിമയാക്കാൻ ചേട്ടാ, ഞാൻ ഒരു പ്രൊഡ്യൂസറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരാ ഒന്ന് സ്ക്രിപ്റ്റ് എഴുതാൻ ആരാ ഉള്ളത്? അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അവന് ലോഹിയായിട്ട് നല്ല ബന്ധം. ഞാൻ പറഞ്ഞു ലോഹി എഴുതില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ലോഹി എഴുതും, പക്ഷേ ആ സ്ലാങ് കിട്ടണമെങ്കിൽ ടി എ റസാക്ക് എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്, അയാളെ നമുക്ക് കൊണ്ടെഴുതിച്ചാൽ നന്നായിരിക്കും, നിങ്ങൾ അയാളോട് സംസാരിക്കും എന്ന് പറഞ്ഞാൽ അയാൾ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് തിലകൻ ചേട്ടൻ്റെ വീട്ടിൽ വന്ന്, അന്ന് തിലകൻ ചേട്ടന് വേണ്ടി അദ്ദേഹം വേറെ നാടകത്തിൻ്റെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് വെച്ച് തിലകൻ ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് ഈ ടി എ റസാക്ക് ഞാൻ അന്ന് അവിടെ ആദ്യമായിട്ട് കാണുന്ന അവിടെ വെച്ചാൽ കാവ്യമുണ്ടും ഒരു ഊശാന്താടിയുമായിട്ട് ഒരു യേശു ക്രിസ്തുവിൻ്റെ ചെറിയ രൂപത്തിലുള്ള റസാക്ക്. അങ്ങനെയാണ് റസാക്കുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. അത് ഞങ്ങൾ തുടങ്ങി. അത് കുറേ കഴിഞ്ഞ് ആ പ്രൊഡ്യൂസറയിൽ കുറച്ച് കാശില്ലാതെ പടം നിന്നുപോയി. പിന്നെ ആ സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട്
ഒരിക്കൽ ഞാൻ ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടനോട് ആ വിഷയം ഒന്ന് സംസാരിച്ചു. ഞാനും സുരേഷ് കുമാറും കൂടെ ഇവിടെ തൃശ്ശൂർ ഒരു കല്യാണത്തിന് പോയിട്ട് മോഹൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി കാപ്പിയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പടം ഞാൻ പെട്ടിയിലായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കഥ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ എന്നോട് തോന്നി ഇത് കൊള്ളാടാ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മോഹൻ ചേട്ടൻ അങ്ങനെ അത് ഏറ്റെടുത്ത് ചെയ്യാമായിരുന്നു. പിന്നെ അത് ഖലാസി എന്നുള്ള പേര് മാറ്റണമെന്നൊരു ഇത് വന്നു. അങ്ങനെ പേര് മാറ്റണമെന്ന് ആദ്യത്തെ സജഷൻ വന്നത് മോഹൻ ചേട്ടൻ പറയുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ മാനേജർ ആണ് പറഞ്ഞത് ആ പേരൊന്ന് മാറ്റാം. അങ്ങനെ ഞങ്ങൾ പേരൊന്ന് മാറ്റിയതാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ആ പേര് ഇട്ടത് തന്നെ മോഹൻ ചേട്ടൻ്റെ മാനേജരായിരുന്നു KB രാജുവാണ്, ഘോഷയാത്ര എന്ന്. അങ്ങനെ റസാഖ് അത് സമ്മതിക്കായിരുന്നു. അങ്ങനെയാണ് ആ സിനിമ മോഹൻ ചേട്ടനുള്ളതുകൊണ്ടാണ് ആ സിനിമ അങ്ങനെ അവസാനം റിലീസായി. പിന്നെ അതൊരു നോമ്പ് സമയത്താണ് ആ പടം റിലീസായത്. അത് ഞാനത് ആ നോമ്പ് സമയത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാണ്. പക്ഷേ അവർ പിന്നെ തിയേറ്റർ എടുത്തു പോയി അതുകൊണ്ട് കൊടുക്കാതിരിക്കാനില്ലൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പടം അധികം ഓടിയില്ല, ഒരാഴ്ചയെ ഓടിയുള്ളൂ. പക്ഷേ അത് പിന്നെ TV യിലൊക്കെ വന്നപ്പോൾ ഒത്തിരി ആൾക്കാർ കാണുകയും ഒത്തിരി അഭിനന്ദിക്കുകയും ചെയ്ത ഒരു സിനിമയായിരുന്നു അത്. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പിന്നെ എഴുതിയെന്ന് പറയുന്നത് ശശിധരൻ ആറാട്ടുവഴി. അദ്ദേഹം ഒത്തിരി കഥകൾ ഉണ്ടായിരുന്ന ഒരാളാണ്. കഥാകൃത്ത് എന്ന് പറയുന്ന ഒരാൾ ശശിധരൻ ആറാട്ടുവഴി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ അദ്ദേഹം. നമ്മളിപ്പോൾ ഇല്ല, ഈ പറഞ്ഞ ആൾക്കാരും ഇല്ല, സ്വാമി മാത്രമേ ഉള്ളൂ. ദാമോദരൻ മാഷ് വിട്ടുപോയി, പിന്നെ റസാഖ് പോയി. അതൊരു വലിയ നൊമ്പരമാണ് റസാഖിൻ്റെ പോക്കെന്ന് പറയുന്നത്. അതുപോലെ ശശിധരൻ്റെ നമ്മൾ പോയിരുന്ന പോലെ ഒരുപാട് കഥ പറയും, വളരെ മനോഹരമായ കഥ പറയും, ഹ്യൂമറൊക്കെ നന്നായിട്ട് എഴുതുന്ന ഒരാളാണ് ശശിധരൻ. അപ്പോൾ അദ്ദേഹം ഒരുപാട് കഥ പറയും. അതിൽ നിന്ന് ഞാൻ ആദ്യം എടുത്തൊരു കഥയാണ് അയലത്തെ അദ്ദേഹം. ശ്രീനിവാസൻ വേണമെന്ന് ഈ നിർമ്മാതാവിനൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. നിർമ്മാതാവ് VIP മോഹൻകുമാർ എന്ന് പറഞ്ഞൊരു കക്ഷിയായിരുന്നു. പക്ഷെ ആ കഥ ശ്രീനി ചെയ്യുമ്പോൾ അതിനകത്തൊരു ഒരു കുഴപ്പമുണ്ട്. അതിനകത്ത് ശ്രീനിക്ക് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ അല്ല, കുറച്ചുകൂടെ ഹ്യൂമർ വേണമെന്നുള്ളത് കൊണ്ടാണ്. ശ്രീനിക്കും ചെയ്യാം. ആ കാലത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്നതിനൊക്കെ പ്രസക്തി. ഇന്ന് അതിനൊന്നും യാതൊരു പ്രസക്തി ഇല്ല കേട്ടോ, ഇന്നാണെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ. അങ്ങനെ വേറൊരു കഥ പറഞ്ഞതാണ് ചെപ്പടി വിദ്യ എന്ന് പറഞ്ഞ സിനിമ. അത് അത്യാവശ്യം ഓടുകയും ആൾക്കാരുടെ പ്രശസ്തി കിട്ടുകയും ചെയ്ത ഒരു സിനിമയാണ്. ശശിധരൻ ആറാട്ടുവഴി ഇപ്പം നമ്മളോടൊപ്പം ഇല്ല. ഒരുപാട് കഥകൾ പറയാൻ ബാക്കി വെച്ചിട്ട് പോയ ഒരാളാണ് റസാഖിനെ പോലെ തന്നെ ശശിധരൻ ആറാട്ടുവഴി. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് B ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണനെ ഉണ്ണിയേട്ടനാണ് ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ആരോപണം അത് ഒരു അദ്ദേഹത്തിന് എന്നെ കാണുമ്പോൾ എന്തെങ്കിലും പറയണമല്ലോ, അതിനുവേണ്ടി പറയുന്നതാണ്. അല്ല ആര് വേറെ കഴമ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം വലിയ ബുദ്ധിമാനാണ്, നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ സമയത്ത് എറണാകുളത്ത് വെച്ചാണ് പരിചയപ്പെടുത്തിയത്. രാജീവ് കുമാറാണ് പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഉണ്ണിയുടെ ഞാൻ ഒന്നൊരു കഥകളുണ്ടെന്നും അദ്ദേഹം ഒന്ന് അധ്യാപകനാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അങ്ങനെ ട്രിവാൻഡ്രത്ത് ഉണ്ണി വരാറുണ്ട്, അവിടെ വന്നിരുന്നു, ഒരു കഥ കേട്ടു, കൊള്ളാൻ ഇഷ്ടപ്പെട്ടു. അതാണ് നമ്മുടെ കവർ സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ. പിന്നെ ഉണ്ണി ഞാനും വേറെയും ഒന്ന് രണ്ട് സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നടന്നില്ല. നടക്കാത്തത് ഞങ്ങളുടെ കുറ്റം കൊണ്ടൊന്നുമല്ല, ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നം വന്നപ്പോൾ അങ്ങ് നടക്കാതെ പോയതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ആരോപണം എന്ന് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനെ കാണുമ്പം പിന്നെ ചെറിയ സഹസിലൊക്കെ ഒരു ചിരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു സിനിമയിൽ നമ്മൾ കോമഡി സീനൊക്കെ എഴുതി ഉണ്ടാക്കുന്ന പോലെ, അത് പിന്നെ തമിഴ് സിനിമയിലൊക്കെ അങ്ങനെയാണ്. നമ്മളിപ്പോൾ സിനിമയിൽ ആ തമിഴ് സിനിമയിൽ കോമഡി എഴുതുന്നത് ആ എഴുത്തുകാരനല്ല, അത് എഴുതുന്നത് അതിന് വേണ്ടി കോമഡി എഴുതാൻ വേണ്ടി ഒന്ന് രണ്ട് ആൾക്കാരെ വേറെ കൊണ്ടുവന്നിരുത്തും. അപ്പോൾ ഒരു മെയിൻ ത്രെഡ് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മേമ്പടി പോലെ കോമഡി ഇട്ടിട്ട് പോകണം. അതിനിങ്ങനെ പല 5-6 പേര് ഒരുമിച്ചിരുന്ന് இந்த மாதிரி ஒன்று பண்ணிக்கலாமா, அது எப்படி இருக்கும், நான் இப்படி சொல்லுவேன், നീ அப்படி சொல்லுவேൻ, അപ്പോൾ எப்படி இருக்கும், ഹാ ഹാ ഹാ, അപ്പോൾ ചിരി ഒരു കോമഡി ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുന്ന ചില രീതിയാണ് തമിഴിലുള്ളത്. എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് സംഘടനാപരമായ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒന്ന് ഊതുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പുള്ളി പറയുന്നതാണ്. കാരണം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ണി കൂടെ നിൽക്കണം കേട്ടോ എന്ന് എപ്പോഴും പറയും, നിങ്ങൾ കൂടെ ഉണ്ടാവുമല്ലോ എന്ന് പറയും.
ഉണ്ണിയായിട്ട് നമ്മൾ ഉണ്ണിയെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയും, പിന്നെ നമ്മുടെ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് സുഹൃത്തായതുകൊണ്ട് ഇങ്ങനെ പൊക്കിപ്പോകും, അങ്ങനെയൊന്നുമല്ല. ഉണ്ണി ഞാൻ കണ്ടത് വളരെ ബുദ്ധിമാനായ ഒരു എഴുത്തുകാരനും, അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥയിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിവുകളുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഉണ്ണി. എന്നെ സംബന്ധിച്ച് ചെറുപ്പക്കാരനെന്ന് പറയാം അദ്ദേഹത്തെ. ഒരുപാട് കഴിവുള്ള ആളാണ് എല്ലാ രീതിയിലും. സാഹിത്യത്തിലൊക്കെ അപാരമായ കഴിവ്, ഇംഗ്ലീഷിലായാലും അതുപോലെ തന്നെ പണ്ഡിതമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ഒരു സോഹൻ ചോദിച്ചപ്പോൾ പറയാൻ സാധിക്കുന്നെന്ന് പറഞ്ഞു തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന ആളാണ്. കാരണം അദ്ദേഹം നമ്മളെക്കാൾ എന്നെക്കാൾ എത്രയോ മേളിൽ നിൽക്കുന്ന ഒരാൾ ബി ഉണ്ണികൃഷ്ണൻ. അതാണ് എൻ്റെ എഴുത്തുകാര ഉണ്ണി വരെ നിൽക്കുമ്പോൾ. അത് കഴിഞ്ഞ് രഞ്ജിത്തിൻ്റെ അത് കഴിഞ്ഞ് ഞാൻ വേറെ 1-2 സിനിമകൾ, ഇങ്ങനെ പല സിനിമകളും സബ്ജക്റ്റുകൾ നോക്കി. മമ്മൂക്കയെ കണ്ട് പറഞ്ഞു, ലാലിനെ കണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ ബന്ധപ്പെടാത്ത യങ്സ്റ്റേഴ്സായ ആക്ടേഴ്സ് ഇനി കുറവാണ്. ഇപ്പം പുതിയ 2-3 പിള്ളേർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരോടും കഥ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഒഴിവാക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ സിനിമ ചെയ്യാൻ താല്പര്യമുള്ളൂ എന്നുള്ളതാണ്. അതിപ്പോഴത്തെ ഒരു പ്രത്യേകതയാണ്. അതൊരു കുറവായിട്ടോ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റായിട്ടോ അല്ല ഞാൻ പറയുന്നത്. അത് എന്നെപ്പോലെ, എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ കുറച്ച് സിനിമകൾ ചെയ്ത സംവിധായകരെല്ലാം അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണത്. അപ്പോൾ അവർക്ക് വൈബുള്ള എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്നത് പോലെ അവർക്ക് അത്ര അടുത്ത് സംസാരിക്കാൻ ഇതൊക്കെ പറ്റും. ഇതെല്ലാം അവർക്ക് എന്താ, ഞാൻ ഒരു ആക്ടർ, ഒരു പുതിയ ഒരു ആക്ടറെ ഞാൻ കാണുന്നു, സംസാരിക്കുന്നു, ഒരു കഥ പറയുന്നു, അവർക്ക് എന്ത് സംസാരിക്കാം. അവർ സീനിയറായി, എന്ത് സീനിയർ? നിങ്ങളെ കൂടെ ഒരു ഡയറക്ടർ വന്നൊരു കഥ പറയുമ്പോൾ നിങ്ങളാ കഥ കേൾക്കുന്നു, ആ ഡയറക്ടർ അയാൾ കുറച്ച് പടങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് ആയ ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ള എന്താ ഇൻഹിബിഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ലല്ലോ, അല്ലേ? അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പറയും, സാർ ഇങ്ങനെ ആയാൽ കൊള്ളാം, ഇങ്ങനൊരു കുഴപ്പമുണ്ട് കേട്ടോ എന്ന് ഡയറക്ടർ പറയും. അപ്പോൾ നമ്മൾ പറയുന്ന എല്ലാം ഒരു ഡയറക്ടർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെന്ന് പറയുന്നതെല്ലാം പുതിയ ആ നടന് അങ്ങോട്ട് ഏറ്റെടുക്കണമെന്നില്ല. അദ്ദേഹത്തിന് ഡൈജസ്റ്റ് ആവില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പറയുക, ആത്യന്തികമായിട്ട് ഒരു സിനിമ ഉണ്ടാകുക എന്നുള്ളതാണ് കാര്യം. അതെ, ഒരു നല്ല സിനിമയുണ്ട്, അതിന് നല്ല കണ്ടൻറ്റ് വേണം, ആ സിനിമ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ പുതിയ തലമുറയിൽ വരുമ്പോൾ, പുതിയ തലമുറയുടെ പിള്ളേരാണെങ്കിൽ, ആക്ടേഴ്സ് ആണെങ്കിൽ, നമ്മൾ പുതിയ തലമുറയിലുള്ള ഇന്ന് സിനിമ കാണുന്നത്, എനിക്ക് തോന്നുന്നു 50-52% സിനിമ കാണുന്നത് ചെറുപ്പക്കാരായ പിള്ളേരാണ്. അപ്പോൾ അവർക്കിഷ്ടപ്പെട്ട സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളത്, അവർക്കിഷ്ടപ്പെട്ട സിനിമകൾ ഉണ്ടാക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് സിനിമ ഉണ്ടാക്കാം. പക്ഷേ അതിന് അവരുടെ കൂടെ ഹെൽപ്പ് വേണം. അതെ അല്ലേ? അങ്ങനെയല്ലേ? അതെ. ഒരു ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ നമ്മൾ കുറേ സിനിമ ചെയ്തിട്ടുണ്ട്. ഒരു ഡയറക്ടർ പോകുമ്പോൾ അയാൾ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് കുഴപ്പമില്ല എന്ന് വിലയിരുത്താനെങ്കിലും പറ്റണമെന്നുള്ളതാണ്. അല്ലാതെ ഒരാൾ വിളിക്കുമ്പോഴേ അയ്യോ ഇല്ല ഒന്ന് ഒഴിവാക്കണേ എന്ന് പറയുന്ന രീതിയുണ്ട് ഇപ്പോൾ. എനിക്കത് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എന്നോടാരും അങ്ങനെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പടം ചെയ്യാൻ പറ്റില്ല എന്ന് എന്നെ ആരും പറഞ്ഞിട്ടില്ല. അവർ വളരെ മനോഹരമായി, സാർ ഇതുപോലൊരു സബ്ജക്റ്റ് കേട്ടിട്ടുണ്ട് കേട്ടോ, നമുക്ക് വേറൊരു സബ്ജക്റ്റ് ചെയ്യാം എന്ന് പറയില്ല. ഇതുപോലൊരു സബ്ജക്റ്റ് കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ പറയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സെയിം സാധനം ഞാൻ വേറൊക്കെ ചെയ്യാൻ പോകണമെന്ന് പറയും. ഇങ്ങനെയുള്ള ചില എക്സ്ക്യൂസ് പറയും. അപ്പോൾ തന്നെ നമുക്കറിയാം പിന്നെ എനിക്ക് അവിടെ നിൽക്കുന്നതിന് താല്പര്യമുള്ള കാര്യമല്ല. ഇപ്പം എനിക്ക് വേണമെങ്കിൽ കൂടുതൽ പടം ചെയ്യാമായിരുന്നു. കാരണം മമ്മക്കോൽ ചോദിച്ചിട്ട് നിന്നെ കാണാനില്ലല്ലോ എന്ന് പറയും. കാരണം എനിക്കിങ്ങനെ ഒരാളെ നിരന്തരം നടന്ന് ഒന്ന് ഇത് ചെയ്ത് പോകുന്നു, എനിക്ക് പറ്റുന്നില്ല. അത് എൻ്റെ ഒരു കഴിവുകേടായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ സിനിമയിൽ അങ്ങനെയൊന്നുമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇടിച്ച് കയറി അങ്ങനെ പോയാലേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. പറ്റുന്നവർക്ക് സിനിമ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൽ യാതൊരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു നഷ്ടബോധമൊന്നും എനിക്കില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ഞാൻ ചെയ്യും. ഇപ്പോഴും ഞാൻ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്ക്രിപ്റ്റും കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഞാൻ ഇത് ചെയ്യുന്നില്ല. എനിക്ക് കയ്യിൽ ഒതുങ്ങുന്ന 1-2 ആർട്ടിസ്റ്റിനെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ
സിനിമയുടെ പ്ലാൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കളെക്കുറിച്ചുള്ള ഇത്. രഞ്ജിത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രഞ്ജിത്ത് സിനിമയിൽ വന്ന കാലം തൊട്ട് രഞ്ജിത്ത് എൻ്റെ സുഹൃത്താണ്. അങ്ങനെ ഒരു സുഹൃത്ത് വന്നു, അയാൾ ഒരുപാട് പടങ്ങൾ എഴുതി ഹിറ്റായി, സംവിധായകനായി അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ആ സമയത്തൊന്നും രഞ്ജിത്തിനോട് ഒരിക്കലും പോയി ഞാൻ രഞ്ജിത്തിനോടൊരു സിനിമ എനിക്ക് എഴുതി തരണമെന്ന് ഞാൻ പറയാൻ പോയിട്ടില്ല. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്താ രഞ്ജിത്തിനോട് നിങ്ങൾ നല്ല അടുത്ത സുഹൃത്തുക്കളല്ലേ? ഞാൻ പറഞ്ഞു അയാൾ കുറേ വലിയ പടങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് ഒഴിയും. അതൊക്കെ ഒരു സമയത്ത് ഞാൻ ആലോചിക്കും, അതൊക്കെ മോശം മിസ്റ്റേക്കാണ്. അതൊക്കെ അത് എനിക്ക് പറ്റിയ അബദ്ധങ്ങളായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. നമുക്ക് ആവശ്യമാണ് നമ്മളങ്ങ് കയറി ചെല്ലുക എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കഥകളൊക്കെ പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മമ്മൂക്കയുടെ അടുത്ത് ഒരു കഥ ഞാൻ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തു, വായിച്ചു നോക്കാമെന്ന് പറഞ്ഞു, വാങ്ങിച്ചു വെച്ചു. അപ്പം മമ്മൂക്ക ഞാൻ ഇവിടെ എറണാകുളത്ത് പിന്നെ വരുമ്പോഴൊക്കെ മമ്മൂക്കയെ പോയി കാണും. അപ്പോൾ മമ്മൂക്ക ഞാൻ വായിച്ചില്ല, കുറച്ചേ വായിച്ചുള്ളൂ പറയാമെന്ന് പറയാം. അങ്ങനെ അവസാനം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആൻഡ്രോയെ വിളിക്കും, ഒന്ന് പറയണമെന്ന് പറയും വായിക്കാൻ. അപ്പം എന്നോട് പറയും, ഒരിക്കൽ ഒരു ഡബ്ബിങ് തിയേറ്റർ കൊണ്ട് പറഞ്ഞൊരു ഞാനൊരു 18 സീൻ വായിച്ചതാണെന്ന് പറയും. ഞാൻ പറഞ്ഞു ബാക്കിയോടെ ഒന്ന് വായിച്ചൂടെ, ഞാൻ വായിക്കേണ്ട സമയം കിട്ടില്ല എന്ന് പറയും. അങ്ങനെ ഒരിക്കൽ രഞ്ജിത്തിൻ്റെ ഒരു സിനിമ ഷൂട്ടിങ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു, തൃശ്ശൂർ. ആ ലൊക്കേഷൻ രഞ്ജിത്ത് ഞാനൊരു ഫോണിൽ സംസാരിക്കാറുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് എനിക്കൊന്ന് കാണണോടാന്ന് പറഞ്ഞു, വന്നാൽ മതി. അങ്ങനെ ഞാൻ അവിടെ മമ്മൂക്കയെ പോയി കണ്ടു. എന്താ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മൂക്ക പറഞ്ഞു ആ ക്യാരക്ടർ ഞാൻ ചെയ്താൽ ശരിയാവില്ല, അത് മോഹൻലാലിന് പറ്റുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വന്നത് മമ്മൂക്കയെ കൊണ്ട് സിനിമ ചെയ്യിക്കാനാണ്, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. മമ്മൂക്ക ചെയ്താൽ നന്നായിരിക്കും തോന്നി വന്നു. മമ്മൂക്ക പറയുന്നു ഇത് മോഹൻലാൽ ചെയ്താൽ നന്നായിരിക്കുമെന്ന്. പക്ഷെ ഞാൻ അങ്ങോട്ട് ചിന്തിച്ചത്, കാരണം ചിന്തിക്കാനുള്ള ഇത് കിട്ടിയില്ല. ഞാൻ ഒരാളെ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരികയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേ സംസാരിച്ചിരുന്നു. അതിനിടയ്ക്ക് ഷൂട്ടിങ് വന്ന് ആരോ വന്ന് വിളിച്ചു, മമ്മൂക്ക അഭിനയിക്കാൻ പോയി. രഞ്ജിത്ത് എൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് എന്നോട് ചോദിച്ചു എന്താണ് ആ സംഭവം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് കൊടുത്തിരുന്നു, അത് വായിച്ചിട്ട് പുള്ളി ചെയ്താൽ ശരിയാവില്ല, ലാലി ചെയ്താൽ ശരിയാവുമെന്നാണ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജിത്ത് ഒന്ന് ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. അത് കഴിഞ്ഞ് കുറേ നേരം പല കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങളവിടെ ഇരുന്നിട്ട് രഞ്ജിത്ത് ഷോട്ട് എടുക്കാൻ വേണ്ടി പോയി ലളിതകലാ അക്കാദമിയിൽ. പോയതിന് ശേഷം പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, രഞ്ജിത്ത് പറഞ്ഞാൽ ഞാൻ ഷോട്ട് എടുത്തില്ല, അതിന് ഒന്നും എന്നോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ സ്ക്രിപ്റ്റ് ഞാൻ എഴുതട്ടെ എന്ന് എന്നോട് ചോദിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വൈ നോട്ട്. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു ഓക്കേണ എന്ന് പറഞ്ഞു. എനിക്ക് കൈ നിന്നിട്ട് രഞ്ജിത്ത് പോയി. അങ്ങ് ഷോട്ട് എടുക്കാൻ വന്ന ശേഷം എന്നെ അവിടെ നിന്ന് വിളിച്ചു, ഒരു പയ്യൻ വന്ന് വിളിച്ചു, രഞ്ജിത്ത് സാർ വിളിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചൊന്ന് സംസാരിച്ചു. ആദ്യം നമുക്ക് കൈ എടുത്തു, ഇതെങ്ങനെ സംഘടിപ്പിച്ചടാ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് രണ്ടുപേരും ഒരുമിച്ച് കൈ തന്നു. അങ്ങനെ ആണ് ആ പടം സംഭവിക്കുന്നത്. അങ്ങനെയാണ്. രഞ്ജിത്തിനോട് ഞാൻ എഴുതാൻ പറഞ്ഞില്ല, കാരണം രഞ്ജിത്തിൻ്റെ അത്രയും വർഷത്തെ ഞങ്ങൾ തമ്മിലുള്ള എത്രയോ വർഷത്തെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഞങ്ങൾ ഇന്ന് സൂക്ഷിക്കുന്നു. അത് ഈ സിനിമ സംഭവിച്ചില്ലെങ്കിൽ പോലും രഞ്ജിത്തുമായിട്ടുള്ള ബന്ധം ഞാൻ സൂക്ഷിക്കുന്നു. കാരണം ഉപാധികളില്ലാത്തൊരു ഒരു 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 സൗഹൃദമായിരുന്നു രഞ്ജിത്ത് ഞാനുമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരിക്കലും ഒരാൾ അങ്ങനെ ഒരു ഇതിൽ പീക്കിൽ നിൽക്കുമ്പോൾ അവരെ ചെന്ന് കണ്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടേ ഇല്ല. നമ്മുടെ കൂടെ വന്ന് ഒത്തിരി ആൾക്കാർ അങ്ങനെ പല ലെവലിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല, കാരണം അവർക്കതൊരു ബാധ്യത ആകാൻ പാടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതെൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ കുഴപ്പമായിരിക്കാം. അതുകൊണ്ട് അതാണ് ഈ രഞ്ജിത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഇത് പടം കഴിഞ്ഞിട്ടും ഞങ്ങൾ വേറൊരു പടം പ്ലാൻ ചെയ്തു, മമ്മൂക്കയും രഞ്ജിത്തും കൂടെ തന്നെയാണ്. അത് വേറെ സബ്ജക്റ്റൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ അത് എന്തുകൊണ്ടും അത് സംഭവിച്ചില്ല. ഇനിയും അതെ സംഭവിക്കാൻ വേണമെങ്കിൽ. അതെ സാർ, സംസാരത്തിനിടയിൽ നക്ഷതങ്ങളുടെ കാര്യം സൂചിപ്പിച്ച് പോയപ്പോൾ ചോദിക്കുകയാണ്, നമ്മുടെ മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു നൊമ്പരം ആയിട്ടിരിക്കുന്നൊരു പ്രിയങ്കരിയായ നടിയാണ് മോനിഷ. അപ്പോൾ സാറ് സഹസംവിധായകനായിട്ടിരിക്കുമ്പോഴും പിന്നീട് സംവിധായകനായപ്പോഴും ഒക്കെ മോനിഷയെ പറ്റിയിട്ടൊന്ന് പറയാമോ? അതായത് ഞാൻ ഹരിഹരൻ സാറിൻ്റെ കൂടെ നക്ഷതങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയി, ഫുൾ പക്ക സ്ക്രിപ്റ്റൊക്കെ ആയി. പുതിയ ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാരെ ഹരൻ സാറും MD സാറും കൂടെ നോക്കുന്നുണ്ട്. അങ്ങനെ 2 പേരെ ഫിക്സ് ചെയ്തു പറഞ്ഞു. ഒന്ന് പിന്നെ കോഴിക്കോട്ടുള്ളൊരു പയ്യനാണ്, ഒരു കുട്ടി ബാംഗ്ലൂരിൽ നിന്നാണ് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഷാജിയൻ കരുണായിരുന്നു എൻ്റെ ക്യാമറ. ഒറ്റപ്പാലത്ത് ഞങ്ങൾ അവിടെ ഗസ്റ്റ് ഹൗസ് താമസിക്കുമ്പോൾ അന്ന് അവിടെ ഈ പിള്ളേരൊന്ന് വരുമെന്ന് പറഞ്ഞു അഭിനയിക്കാൻ.
അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് മോനിഷയെ കാണുന്നത്. മോനിഷയും അമ്മയും കൂടെ അവിടെ വന്നിട്ട് അച്ഛനും ഉണ്ടായിരുന്നു. കൊച്ചുകുട്ടിയാവുന്നു, ഒരു 10-14 വയസ്സേ പ്രായമുള്ളൂ. വളരെ കളിതമാശയോട് ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ഇതിലാണ് വരുന്നത്. നല്ല ഡാൻസറാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അവിടെ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത് മോനിഷയെ. അപ്പോൾ അവരുടെ ആദ്യ സിനിമയെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ വിനീത് ഇതുപോലെ വിനീതും ആദ്യമുണ്ടല്ലോ. വിനീതൊക്കെ വന്ന ആ പിന്നെ ജുബ്ബയൊക്കെ ഇട്ട് വന്നതൊക്കെ എൻ്റെ ഇങ്ങനെ കണ്ണിലിങ്ങനെ ഇരിക്കുകയാണ് അവരൊക്കെ. അവിടെ അങ്ങനെ അങ്ങ് തുടങ്ങിയതുകൊണ്ട് എനിക്ക് തോന്നുന്നു മോനിഷ മരിക്കുന്നത് വരെ മരിക്കുന്നു എന്ന് പറയുന്നത് മരിച്ചു എന്ന് പോലും പറയാൻ പറ്റില്ല എനിക്ക്. കാരണം എന്തറിയാം, അത് തലേ ദിവസം വൈകുന്നേരം വരെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല സൗഹൃദമായിരുന്നു. ആ കുടുംബവും ഞാൻ പോയിട്ടുണ്ട്. ആ ചേച്ചിയെ ഞാൻ വിളിക്കാറുണ്ട്. ഇപ്പം ഒരു അമ്മ തന്നെ മകളെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൻ്റെ ഒരു റിലീസ് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അതെനിക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോൾ നല്ല സൗഹൃദമായിരുന്നു. അത് വന്നു ഒരു പെട്ടെന്ന് കുറേ സിനിമകളിൽ അഭിനയിച്ചു, ഒരു നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചു, പെട്ടെന്നങ്ങ് പോയി. അത് എൻ്റെ സിനിമയുടെ ഇടയിൽ നിന്നാണ് പോയത്. അതിൽ കുറച്ച് 4-5 സീൻ ബാക്കിയുണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല. അത് വേറെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തു. മനുഷ്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ അതാണ് ഓർമ്മകൾ. നമുക്കൊരു കൊച്ചനിയത്തി പോലെ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ആ കുട്ടിയെ കണ്ടിരുന്നത്.